നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് എൻ്റെ കയ്യിൽ ഫൈനലി എത്തിയിരിക്കുന്നു X300FE. ഫൈനലി അല്ല, കുറച്ച് നാളായി. എന്താണെങ്കിലും നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. ഈ വർഷം നമുക്ക് X300FEയുടെ കൂടെ നമുക്ക് ഒരു എക്സ്റ്റെൻഡർ വരുന്നുണ്ട്. ദിസ് ഈസ് ടെലിഫോട്ടോ എക്സ്റ്റെൻഡർ Gen 2 ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം ഈ സാധനം വരുന്നത്. അതൊക്കെ സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ. ഇത് സെപ്പറേറ്റ് അത് സെപ്പറേറ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെ അല്ലാതെ ഒരു കിറ്റായിട്ടൊക്കെ കിട്ടുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് റിലീസ് ആകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ X200FE ഒരുപാട് ആൾക്കാർ മേടിച്ച് സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു ഫോണാണ്. അതിൻ്റെ വിലയും നല്ലതായിരുന്നു. ഈ വർഷം വന്നപ്പോൾ കുറച്ച് മുട്ടാൻ വിറ്റാണ്. എന്താണെങ്കിലും നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തിട്ട് സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കയ്യിലിരിക്കുന്നത് നോയർ ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. പക്ഷേ നിങ്ങൾ ഡെഫിനിറ്റ്ലി മേടിക്കേണ്ട കളർ ഇതിൻ്റെ ഗ്രീൻ കളറാണ്. വെടിച്ചില്ലൻ ലുക്കാണ്, വെടിച്ചില്ലൻ ലുക്ക്. ശരിയാണ്, ഒരു കേസൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്ത് ഗ്രീൻ, എന്ത് ബ്ലാക്ക്, എന്ത് ലൈലാക്ക്, ബട്ട് സ്റ്റിൽ മേടിക്കുകയാണെങ്കിൽ ആ ഗ്രീൻ മേടിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് എടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. പിന്നെ അതൊരു ലൈലാക്ക് കളറുണ്ട്. ഈ 3 കളറിലാണ് ഈ സാധനം വരാൻ പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് സമയം കളയാതെ ഈ സാധനം പൊട്ടിക്കാം. ഇങ്ങനെ അങ്ങ് വലിച്ച് കയറി തുറന്ന് കഴിയുമ്പോൾ തന്നെ ഫോൺ സെക്കൻഡ് ഹാൻഡ് ആവുകയാണ്. ജസ്റ്റ് ആക്റ്റീവിലോട്ടാവും. ഓക്കെ, X300FE എന്നൊക്കെ എഴുതിക്കണ്ട. ഒന്ന് സാറൊന്ന് താഴൂ. സോറി ഗൈസ്. ഓക്കെ, വണ്ടി തന്നെ ഫോണുണ്ട്, മാറ്റി വയ്ക്കാം. അകത്ത് 2 പെട്ടി. ഞാൻ പറയില്ല, പിച്ചക്കാരന്മാരെ കമ്പനിയല്ല, നല്ല രീതിയിൽ സാധനം തരും. നല്ല സിമ്മ് കുത്തി ഇളക്കണ സാധനം, കേസ്, ചാർജർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. Type A to Type Cയുടെ ഒരു കേബിൾ വരുന്നുണ്ട്. Type C to Type Cയുടെ കേബിളൊക്കെ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞ് കേട്ടോ. എസ്പെഷ്യലി PD ചാർജർ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞെന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറും നമുക്ക് കമ്പനി തരുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കേസ് എന്തായാലും കാണും. കളർ മാച്ച് ചെയ്തിട്ടുള്ള കേസ്, ബ്ലാക്ക് ആയക്ക് ബ്ലാക്ക്, പച്ചയ്ക്ക് പച്ച, ലൈലാക്കിന് ലൈലാക്ക്, പിന്നെ ബുക്കും പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് പെട്ടിയിനകത്ത് കമ്പനി തരണത്. വെൽ ആൻഡ് ഗുഡ്. ഇറ്റ്സ് എ ചോട്ടു ഫോൺ. ഇത് 6.3 ഇഞ്ചസ് മാത്രം വരുന്ന ഒരു ഫോണാണ്. ലാട്ടല്ലോ, നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ തുറക്കാനായിരിക്കും നല്ലത്. ഒരു പുതിയ സ്ലൈഡ് നമുക്ക് ഇത് ചെയ്യാം. ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. കറ്റ നോട്ടത്തിൽ നമുക്ക് വേറെ പല ഫോണുകളുടെ ഡിസൈനും തലേ വരും. വാട്ട് എ ഫീൽ ബ്രോ. ഫുൾ ഒരു മെറ്റാലിക് ഫ്രെയിമാണ് വരുന്നത്. നമുക്ക് ഫൈബർ ഗ്ലാസ് വരുന്നുണ്ട് ബാക്ക്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് 40 വാട്ടിൻ്റെ. ആൻഡ് വയർഡ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 90 വാട്ടിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. USB 2.0 ആണ് വരുന്നത് സ്റ്റാൻഡേർഡ്. ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, മറ്റേ അഡീഷണൽ AI ബട്ടൺ, ഷട്ടർ ബട്ടൺ ഒന്നുമില്ല, വോളി അപ്പ് ഡൗൺ, പവർ ബട്ടൺ. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ സയസിൻ്റെ ഒരു ബ്രാൻഡിങ്ങും വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ആക്ച്വൽ ഫോൺ. ഇൻ ഹാൻഡ് ഫീൽ ഇസ് സോ ഗുഡ്. ഐ തിങ്ക് 190 ഗ്രാംസ് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. നമ്മുടെ ഒരു X300ൻ്റെ ഒക്കെ ഒരു സെയിം ഇൻ ഹാൻഡ് ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബട്ട് സർക്കുലർ ആണ് X300ൽ. നമുക്കിവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ആക്ച്വലി ലുക്സ് വെരി നൈസ്. ഐ ലൈക്ക് ദ ബ്ലാക്ക്. എനിക്ക് ബ്ലാക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിൻ്റെ ഗ്രീൻ കളറാണ് എടുപ്പ് കേട്ടോ. എന്താണെങ്കിലും സാധനം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വരാം. നമുക്ക് മറ്റതും കൂടെ നോക്കാമല്ല, എക്സ്റ്റെൻഡറും കൂടെ വന്ന സമയത്ത്. ഇത് 2 സാധനങ്ങളാണ് പറഞ്ഞത്. എക്സ്റ്റെൻഡർ മേടിക്കുമ്പോൾ ഈ കേസും ഈ എക്സ്റ്റെൻഡറും മേടിക്കണം. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. എവിടെ തുറക്കാം? ഇതെന്താ? സോ ഇങ്ങനെ തുറക്കുക. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു നല്ല കിടിലം ഒരു കേസ് കേട്ടോ. നല്ല ഒരു ടെക്സ്ചറൊക്കെ വരുന്ന ഒരു കിടിലം കേസ്. അകത്ത് മറ്റേ കുഷനിങ് പരിപാടിയൊക്കെ വരുന്നുണ്ട്. മറ്റേ താഴെ വീണുമ്പോൾ ഷോക്ക് ഇതൊക്കെ ആയിരിക്കാനേ വെരി നൈസ്. ഒട്ടും വെയിറ്റും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സാധനം കൂടെ വരും. ഇതിലാണ് നമ്മൾ മറ്റേ എക്സ്റ്റെൻഡർ വെക്കാൻ പോണത്. ഓക്കെ, ഇത്രയും സാധനങ്ങളും ബുക്കും പേപ്പറും ആണ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബുക്കും പേപ്പറും. ഇതിങ്ങനെ ഇടുക, സ്മൂത്തായിട്ട് കയറി. ഇത് വെക്കാനുള്ളത് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് സ്ലൈഡ് അങ്ങ് ചെയ്താൽ മതി ചേട്ടാ. ഈസി, കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് മറ്റേ സാധനം ഇജക്റ്റ് ചെയ്യാനുള്ളത് ഇങ്ങനെ വെക്കാനുള്ളത് ലോക്കായി ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുവേ. ഇത് ഊരാനായിട്ട് തന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് താഴെ ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരാം. അങ്ങനെ ടക്കനെ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് അത് ലോക്കാണോ, അല്ലാതെ അത് ലോക്കാവില്ല. എക്സ്റ്റെൻഡർ വെക്കാനുള്ള കേസിൻ്റെ ലുക്ക് തണ്ട് ഇങ്ങനെ ഇരിക്കും. കൊള്ളാം, അത്യാവശ്യം ബൾക്കി ആയിട്ടുണ്ട്. നമുക്കിനി എക്സ്റ്റെൻഡർ നോക്കാം. എക്സ്റ്റെൻഡറിനും ഉണ്ട് കേട്ടോ ബുക്കും പേപ്പറൊക്കെ. ഇതൊക്കെ ആര് വായിക്കാമെന്ന് എനിക്കുള്ളത്. ആയിരിക്കണം.
ബസൂക്ക പോലെ ഇരിക്കുന്ന എക്സ്റ്റെൻഡർ നമ്മുടെ കൺമുന്നിൽ ഒറ്റ നോട്ടത്തിലൊരു പുട്ടുകുറ്റിയ പോലെയൊക്കെ ഇരിക്കും. ഇതും കാൾ സിയസിൻ്റെ ടെക്നോളജിയാണ്. അവർ അതിൻ്റെ ലെൻസാണ് ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ക്വാളിറ്റിയൊക്കെ വേറെ ലെവലിലിരിക്കും. വിവോ സിയസിൻ്റെ കൊളാബറേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി എക്സ്റ്റെൻഡർ. ആൻഡ് നമുക്ക് അഡീഷണൽ മറ്റൊരു ക്യാപ്പും ബാക്കിൽ വെക്കാനുള്ള സാധനം നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. നമ്മളെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൊണ്ട് കളയും. അതിനായിരിക്കും അവർ എക്സ്ട്രാ തരുന്നത്. വെരി ഗുഡ്. ഇതിനെ ഇളക്കുക. ഇവിടെ ഒരു കറുത്ത വരയുണ്ട്. അതേപോലെ ഒരു ഡോട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു കറുത്ത ഡോട്ട്. നമ്മൾ നൈസായിട്ട് ആ വരയിൽ ഈ ഡോട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ലോക്കാവും. എന്നിട്ട് ഇത് ലൂസ് ചെയ്യാനായിട്ട് തട്ട് ഈ ബട്ടൺ കണ്ട് ഇത് നെക്കിയാൽ മാത്രമേ ഇത് ഊരത്തുള്ളൂ, അല്ലാത്ത പക്ഷേ ഇത് ഊരില്ല. അപ്പം ഈ കറുത്ത ബട്ടൺ അവിടേട്ട് ഇത് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഐറ്റം. വന്ന് ക്യാമറ ഏതാ ഫോൺ ഏതാ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണെങ്കിലും ഒരു ബഡ്ജറ്റ്, ഇതിൻ്റെ വിലയൊക്കെ എന്തിനാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. നോക്കാം എന്തിനാണെങ്കിലും ഒരെണ്ണടുത്ത് വെച്ച് കാണാം. എന്താണെങ്കിലും ഞാനിതൊന്ന് യൂസ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പറയാം. ഓക്കെ, ശരി എന്നാൽ. Good morning, ladies and gentlemen. Welcome to your favorite. അപ്പം കുറച്ച് നേരമായി ഞാനിത് യൂസ് ചെയ്യായിരുന്നു ഈ ഫോൺ. എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഒരു വട്ടം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വട്ടം നമ്മുടെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പട്ടയെന്ന് ചാണ്ടി വരും. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ഫിംഗർ വെറ്റ് ആണെങ്കിലും ആ ഒരു സാധനം വർക്കാവും. ഫിംഗർ വെറ്റ് ആണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഞോണ്ടാനൊക്കെ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോലെ മൺസൂൺ വരാൻ പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് മഴയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പം മുടിഞ്ഞ ചൂടാണ്. അപ്പോൾ ഈ മുടിഞ്ഞ ചൂടിൻ്റെ നമ്മളിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഫോൺ ചൂടാവും. ഈ ഒരു ക്ലൈമറ്റിൻ്റെ സീരീസിൽ നമുക്ക് ഏത് ഫോൺ വെച്ചിട്ടും കാര്യമില്ല, ഫോൺ ചൂടാവും. ബിക്കോസ് ദാറ്റ് മച്ച് ഹ്യൂമിഡിറ്റി ആൻഡ് ഹോട്ട് വെദർ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. പിന്നെ നല്ല രീതി സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് നല്ല കിടിലമായിട്ട് ബ്രൈറ്റ് ആവുന്ന ഒരു ജിമിട്ടൺ ഡിസ്പ്ലേ ആണ് അവർ തന്നിരിക്കുന്നത്. LTPO പാനലാണ്. 120 Hz റിഫ്രഷ് റേറ്റ്, 6.3 ഇഞ്ചസിൻ്റെ സൈസാണ് വരുന്നത്. വളരെ സ്ലിം ബെസൽസാണ് വരുന്നത്. HDR10+ വരുന്നുണ്ട്. നമുക്ക് 2160 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ രാത്രി ലോ ബ്രൈറ്റ്നെസ്സിലിരുന്ന് ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലിക്കറിങ് വരില്ല. ഫ്ലിക്കറിങ് വരികയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം ചാടി വരും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. സോ ഐ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് ഐറ്റം. പിന്നെ കാൾ സിയസിൻ്റെ മാസ്റ്റർ കളർ എന്ന് പറഞ്ഞ ട്യൂണിംഗ് ആണ് വിവോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ജിമിട്ടൻ കളറാണ്. റെഡ് ആയിട്ട് ബ്ലാക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. AMOLED പാനലാണ്. എന്ത് രീതിയിൽ എനിക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ എന്തിനൊക്കെ ഡിസ്പ്ലേയിലും പുതുമകളും മറ്റേ തേങ്ങയും നിറ്റ്സും ബ്രൈറ്റ്നെസ് ഒക്കെ വേണോ അത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ സിനിമ കാണാനാണെങ്കിൽ എല്ലാം ജില്ലയായിട്ട് നടക്കും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് പാട്ട് കേൾപ്പിച്ച് തരാം. അതും കൂടെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഏറെക്കുറെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കാം. സോ ദാറ്റ് ഈസ് ദയർ. അല്ല, അത്യാവശ്യം ലൗഡാണ്. മെയിനായിട്ട് താഴെ നിന്നാണ് സ്പീക്കർ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്പീക്കറിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സാണ് വരുന്നത്. നമുക്ക് കയ്യിലൊക്കെ പിടിച്ചിരിക്കാനൊക്കെ കിട്ടില്ല. ഫീലും 190 ഗ്രാമിൻ്റെ വെയിറ്റ്. പിന്നെ വോബിൾ ആവില്ല. ഈ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് കിടന്ന് ഇങ്ങനെ ആക്കിയാലും വോബിൾ ആവില്ല. ഓക്കെ, അതും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. eSIM സപ്പോർട്ട് വരുന്നുണ്ട്. 2 സിം ദാണ്ട് ഈ വഴി ഇടാം. USB 2.0 ആണ് വരുന്നത്. തരാം എന്തോ. പിന്നെ നമുക്ക് ഫോളി അപ്പ് ഡൗൺ അങ്ങനെയൊക്കെയുള്ള സകലമായ രീതിയിലും ഇതിൻ്റെ ഒരു ഡിസൈൻ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും വരുന്നുണ്ട്. 6500 mAh ബാറ്ററിയാണ് വരുന്നത്. എങ്ങനെയൊക്കെ ഒറ്റ കാര്യം പറഞ്ഞുതരാം, ഫുൾ ഡേ ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടും. പിന്നെ ഈ 1.5 ദിവസം 2 ദിവസമൊക്കെ എനിക്ക് വലിയ ഇതില്ല. ഞാനൊക്കെ എപ്പോഴും രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണീച്ചൊന്ന് ചാർജ് ചെയ്യും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുൾ ഡേ രാത്രി വരെ ഈ സാധനം നോക്കിയിട്ട് രാവിലെ നിങ്ങൾ മറ്റേ എവിടെയെങ്കിലും പോകാനായിട്ടോ അല്ലെങ്കിൽ മറ്റേ ജോലിക്ക് പോകാനൊക്കെ സമയത്ത് കുളിക്കാനൊക്കെ പോകില്ലേ, ആ സമയത്ത് ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഷടപടയുന്ന സാധനം ചാർജായി കിട്ടും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് പെട്ടിയിനകത്ത് സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് 40 വാട്ടും തരുന്നുണ്ട്. അതിന് വിവോ സെപ്പറേറ്റ് സാധനം മേടിക്കണം, എന്നാലേ ആ 40 വാട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പം അതാണ് ബാറ്ററി ലൈഫിനെ പറ്റി പറയാനുള്ളത്. ഒരു കുഴപ്പമില്ലാത്തൊരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് എങ്ങനെ പോയാലും കിട്ടും. 6500 mAh ആണ്. അതിൽ 6500 ഇങ്ങനെ കുത്തിയിരുന്നൊക്കെ ഡ്രെയിൻ ചെയ്യണവന്മാരെയൊന്നും എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ബാക്കി പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ വരാം. ശരി, ഓക്കെ. അപ്പോൾ നമുക്കിനി
പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ മറ്റേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ 69% ആണ് CPU ത്രോട്ടിലിംഗ് വരുന്നത്. നമ്മൾ ആൻഡ്രോയിഡ് സ്കോർ ചെയ്യുമ്പോൾ 2.7 മില്യൺ നമുക്ക് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി എ റിയലി ഗുഡ് സ്കോർ. ഏകദേശം ഒരു 3 മില്യൺ വരെയൊക്കെ പോകുമായിരിക്കും. ബൈ ദ വേ, ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ആൻഡ് നമ്മൾ 3D മാർക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് 4185 ബെസ്റ്റ് ലൂപ്പും സ്റ്റെബിലിറ്റി 63% ഉണ്ട്. എന്നാൽ ഞാൻ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 39 to 40 ഡിഗ്രീസ് വരെ ഈ സാധനം പോയിട്ടുള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. ബാറ്ററി ഡ്രെയിൻ അത്യാവശ്യമുണ്ട്, 72 to 64. അതായത് നമ്മളൊരു ഹൈ പെർഫോമൻസ് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 6500 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. അതേപോലെ നിങ്ങൾ ഈ പെട്ടിയിൽ നിന്ന് കിട്ടുന്ന ചാർജർ വെച്ച് തന്നെ ഈ സാധനം ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള തേർഡ് പാർട്ടി ചാർജറോ അല്ലെങ്കിൽ OnePlusൻ്റെ ചാർജറോ ഒക്കെ വെച്ച് കുത്തി ചാർജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ടും എങ്ങനെ നോക്കിയാലും ഈ ഒരു സാധനത്തിൽ എല്ലാ ഗെയിംസും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ഫാസ്റ്റ്, സ്നാപ്പി, ഇതിൻ്റെ ക്യാമറ പ്രോസസ്സിങ് ആയിക്കോട്ടെ, എല്ലാം ബെറ്റർ ആയിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 അല്ല, മനസ്സിലായ? അതേപോലെ 8S Gen 5 അല്ല. ഇതിൻ്റെ നടുക്ക് പറഞ്ഞൊരു സാധനമാണ് 8 Gen 5 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് നമുക്ക് UFS സ്റ്റോറേജ് 4.1 LPDDR5X അൾട്ര റാമുമാണ് വരുന്നത്. ഏകദേശം 9600 MBPS ഫാസ്റ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് റാമും ഏറ്റവും ഫാസ്റ്റ് സ്റ്റോറേജ് സ്പീഡൊക്കെ തരുന്ന ഏറ്റവും കിഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചിപ്സെറ്റും വെച്ച് തരുമ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഫോണിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും. അല്ലാത്ത വശം കഴിഞ്ഞ വർഷമൊക്കെ ഫോൺ വാങ്ങിച്ചിട്ട് ഈ ഫോണിന് ഞോണ്ടി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല, നമുക്ക് ആ ഒരു റോ പെർഫോമൻസ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ ഏത് ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചാലും ഇതിൽ വർക്കാവും. പിന്നെ അത്യാവശ്യം നല്ല ഒരു വേപ്പർ കൂളിംഗ് ചേമ്പർ അവന്മാർ കൊടുത്തിട്ടുണ്ട്. 4005 mm² വരുന്ന ഒരു വേപ്പർ കൂളിംഗ് ചേമ്പർ വരുന്നുണ്ട്. ബൈപ്പാസ് ചാർജിങ് വരുന്നുണ്ട്. അതായത് മറ്റേ ഗെയിം കളിക്കുന്ന സമയത്ത് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് അത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ അത് അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നേരെ ബാറ്ററി പോയി കഴിഞ്ഞാൽ നമുക്കത് ബൈപ്പാസ് ചാർജിങ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തത്. ഇപ്പം ഊബർ ചേട്ടന്മാരൊക്കെ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ അവർക്ക് കുത്തിയിട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ അത് ഉപകാരപ്രകാരമായിരിക്കും. ബാറ്ററി ലൈഫ് അത്യാവശ്യം ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ്. ഞാൻ പറഞ്ഞില്ല, കുറേ ഗെയിംസ് ഞാൻ അതിൽ കളിച്ച് നോക്കി. നമ്മുടെ ഈ ഫുട്ബോൾ ആയിക്കോട്ടെ, പ്രിൻസ് ഓഫ് പേർഷ്യ ആയിക്കോട്ടെ, ഗ്രിഡ് ലെജൻഡ് ആയിക്കോട്ടെ, BGMI ആയിക്കോട്ടെ. BGMI ആസ് ഓഫ് നൗ നമുക്ക് 90 FPS മാത്രമേ ഉള്ളൂ, എക്സ്ട്രീം പ്ലസ് മാത്രമേ ഉള്ളൂ. ചിലപ്പം ഇൻ ടൈം നമുക്കത് 120 FPS കിട്ടും. ബിക്കോസ് ചിപ്സെറ്റ് പുതിയതാണ്, ചിപ്സെറ്റ് കേപ്പബിളാണ്. വേറൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്മൂത്ത് 120 FPS ഗെയിം പ്ലേ വരും. ഗെയിമിങ്ങിൻ്റെ സീനിലാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് ഉണ്ട്, ബൂസ്റ്റ് മോഡുണ്ട്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഹയർ റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടും. എന്ന് പറയേണ്ട എല്ലാ രീതിയിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഇറ്റ്സ് ഫാസ്റ്റ്, സ്നാപ്പി, എല്ലാ രീതിയിലും പൊളി തന്നെയാണ്. സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് OS 6 ആണ് വരുന്നത്. OS 6 ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ലൈവ് വാൾപേപ്പർ സപ്പോർട്ട് വരുന്നുണ്ട്, ഒറിജിൻ ഐലൻഡ് വരുന്നുണ്ട്, വിവോയുടെ ഡോക്യുമെൻറ്റ് മാസ്റ്റർ വരുന്നുണ്ട്, ജെമിനി വരുന്നുണ്ട്, ഗ്ലോബൽ സെർച്ച് വരുന്നുണ്ട്, നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വരുന്നുണ്ട്, ഒറിജിൻ ഐലൻഡ് വരുന്നുണ്ട്. അതായത് ഒരു ഫോട്ടോ എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആപ്പിലോട്ടൊക്കെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. 1 ടാപ്പ് പരിപാടി വരുന്നുണ്ട്. അതായത് വേറൊരു ഫോണിലോട്ട് നിങ്ങൾ ഈ പറയുന്ന ഓഫീസ് കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ടാപ്പിൽ തന്നെ നിങ്ങൾക്ക് മറ്റേ വിവോ ഫോണോ ഐക്കോ ഫോണിലൊക്കെ നമുക്ക് ഒരു ടാപ്പിൽ തന്നെ നമുക്ക് ഫയൽ ഷെയർ ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. എന്ന് പറയേണ്ട എവ്രിതിങ് വിച്ച് ഇസ് ദെയർ ഇൻ OS ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ അവിടെ ഇട്ടേക്കാം. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. ആൻഡ് മോർ ഓവർ നമുക്ക് 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. 5+7 ആൻഡ് നമുക്ക് പക്കയായിട്ട് എല്ലാ മാസവും നമുക്കിപ്പം വിവോയും ഐക്കോയും നമുക്ക് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ഗ്രേറ്റ്. ആൻഡ് ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് റിയലി ഗുഡ്, വെരി സ്മൂത്ത്, വെരി സ്നാപ്പി. ഇതേപോലത്തെ ടെക്സ്റ്റ് വൈബ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരെ പുതിയ ഒരു കുറേ സെറ്റ് ഓഫ് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ പൂച്ചേരയും വട്ടീരയൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്കാർട്ടൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങനെ മാറ്റുന്ന സമയത്ത് മാറുന്ന സാധനങ്ങൾ എല്ലാം വരുന്നുണ്ട്. ആപ്പ് സപ്പോർട്ടൊക്കെ അത്യാവശ്യം നൈസാണ്. നമ്മളുടെ കോൾ കണക്ടിവിറ്റി ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, എവറിത്തിങ് വർക്ക്സ് റിയലി ഗുഡ് ഇൻ ദിസ് ഫോൺ. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും എനിക്ക് യാതൊരു പ്രശ്നവും ഇതിൽ തോന്നിയിട്ടില്ല.
ഇനിയുള്ളത് ക്യാമറയെ പറ്റിയാണ്. നമുക്ക് അത് സനിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് പുള്ളിയുടെ ഒരു ടെസ്റ്റ് മണിയും നമുക്ക് എടുക്കാം. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം, കുറച്ച് പറയാനുണ്ട്. അങ്ങനെ സനി ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, കാർഡിൻ്റെ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് നടക്കണം. ബാഗിൻ്റെ അകത്ത് എന്താ? അത് ചുമ്മാ എൻ്റെ മറ്റേ വ്ളോഗിങ് ഗിയറാ. സനി X300 FE ടെസ്റ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ എടുത്തേക്കുന്ന പടം മൊത്തം സനിയാണ്. ഞാൻ ക്യാമറ തൊട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കോണം. യെസ്, ഫോർട്ട് കൊച്ചി എൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ വന്നത് Vivo X300 FE ക്യാമറ ടെസ്റ്റിനാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പന്തൽ കഫേയിലാണ് കേട്ടോ, ഡേവിഡ് ഹാൾ. നല്ല കിടിലം ഫ്രെയിമുകളാണ്, കുറേ പച്ചപ്പും ബഹളവും മരവും എന്ന് പറയേണ്ട വൻ സെറ്റപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് യൂഷ്വലി വരാറുള്ളത്. നമ്മൾ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും സനി ഫോട്ടോ എടുക്കട്ടെ. കുറേ കിടിലം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് പറയാനായിട്ട് ഇതിലൊരു 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ഉണ്ട്. അത് വെച്ച് നമ്മൾ വലുതായിട്ടൊന്നും എടുക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾ ആ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആ സെൻസർ നിങ്ങൾ എല്ലാത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ 3 സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ, ബാക്കിൽ പിന്നെ വൈഡും ടെലിഫോട്ടോയും. ആ ടെലിഫോട്ടോയിലാണ് നമ്മൾ മറ്റേ സാധനം കൺവേർട്ടറില്ലേ, മറ്റേ പുട്ടുകുറ്റി, ഈ പുട്ടുകുറ്റി വെച്ചിട്ട് സൂം ചെയ്തും ഫോട്ടോ എടുക്കുക. എന്താണെങ്കിലും സനി ഫോട്ടോ എടുക്കട്ടെ. പക്ഷേ ആടാണ് ഭയങ്കരമായിട്ട്. ഗൈസ്, നമുക്ക് അതുലിനെ കിട്ടിയ കേട്ടോ. അതിൽ ഈ ഒരു കണ്ണാടി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് ഇട്ടപ്പം നമുക്കൊരു ഫോട്ടോ തന്നിരിക്കുകയാണ്. മാനത്തൊക്കെ നോക്കി ഫോട്ടോ എടുക്കണണ്ട. ഗൈസ്, നമ്മുടെ ബിലാലിക്കാര വീട്ടിൻ്റെ അവിടുത്തെ ഈ പെയിൻറ്റിങ് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ചെയ്തേക്കുന്നത് ആർട്ട് ബൈ ആതിരയാണ്. വെരി നൈസ്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണ്? നല്ല ഫോൺ, അതിൻ്റെ അവിടെ AI ഫീച്ചേഴ്സ് കൂടെ വരുമ്പോൾ നല്ല രസമുണ്ട്. ആ ക്രിയേറ്റീവ് പരിപാടി കൊള്ളാം, നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതെനിക്ക് ഇന്ന് പോയി X300 Proയിൽ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തന്നെ സജസ്റ്റ് ചെയ്യും, അതിലോട്ടാവും, ഈ മോഡിലോട്ടാവും, ആ മോഡിലോട്ടാവും എക്സ്പോഷർ. പക്ഷേ സ്റ്റേജ് മോഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നു. ബേസിക്കലി അവിടെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നപ്പം എന്റെ മുഖം ഭയങ്കരമായിട്ട് അണ്ടർ എക്സ്പോസ് ആകുന്നുണ്ട്. അവർ തന്നെ വേറൊരു മോഡ് സജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കൊള്ളാം. നമ്മുടെ 3x വെച്ചിട്ട് ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലോസപ്പ് ഷോട്ട്സ് കിട്ടും കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് സബ്ജക്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, സെൻറ്റിമീറ്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അതായത് കുറച്ച് ഫെർദർ ബാക്കിലോട്ട് നിന്നാലേ നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ ഫോട്ടോസ് കിട്ടത്തുള്ളൂ. നൈസ്. അപ്പോൾ ഗൈസ്, വൺ ഓഫ് ദി നൈസ് ഫോണാണിത്. ഇതിൻ്റെ ക്യാമറ കൊള്ളാം. അൾട്രാ വൈഡ് മാത്രം. അൾട്രാ വൈഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഷിഫ്റ്റ് ഉണ്ടോ? കളർ ഷിഫ്റ്റ് ഒന്നും കുഴപ്പമില്ല. ഇത് മാറുമ്പോൾ ഇതിന്റെ വിവോയുടെ ഒരു കളറുണ്ട്, ആ കളർ തന്നെയാണ് ഇതിൽ. എനിക്ക് തോന്നുന്നു മറ്റേതിലും എല്ലാത്തിലും അതേ ഒരു ടോണാണ്. പൂച്ചയുടെ ഫോട്ടോ ഒക്കെ നോക്കിയാൽ അറിയാം, ഒത്തിരി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കളറാണ്. ഒരുപാട് സാച്ചുറേറ്റഡ് ഒന്നുമല്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. വലിയ സാച്ചുറേറ്റഡ് കളേഴ്സ് ഒന്നുമില്ല. പിന്നെ കൊള്ളാം, നല്ല അത്യാവശ്യം അത് AI ആയിട്ട് തന്നെ ഷാർപ്പൻ ചെയ്തെടുക്കും സാധനം. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റ് റെട്രോ തന്നെ കേട്ടോ. റെട്രോ അതാ AI ഫീച്ചറാണ്. അപ്പോൾ അത് കൊള്ളാം, നല്ല രസമുണ്ട് സാധനം. പിന്നെ വീഡിയോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ ഞാൻ അധികം വീഡിയോ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഫോട്ടോ ആണ് കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ് സെറ്റ്, നൈസ് ഫോൺ, നല്ല ക്യാമറ എല്ലാം കൊള്ളാം. താങ്ക് യു സനി. അപ്പം ഇനി ഞാൻ ദുബായിലായിരിക്കും. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി സനി വരത്തുള്ളൂ. യെസ്. പക്ഷേ എല്ലാവരും സനി ഒന്ന് വേർപൊട്ടിച്ച് കഴിഞ്ഞാൽ Xiaomi 17 Ultra, X300 Pro ഒക്കെ കൈ ഇരിപ്പുണ്ട്. 2 ഫോൺ പോയി ചോദിച്ച് മേടിക്കുക റിവ്യൂ. ഇതേപോലെ ചൂടത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഗൈസ്. നോക്കട്ടെ, എനിക്ക് ഇതേപോലെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്തത്. അപ്പം ലെറ്റ്സ് സീ, ഞാൻ നോക്കാം. ബാക്കി കാര്യം ഞാൻ പറയാം. സനിക്ക് താങ്ക്സ്. താങ്ക് യു, ബൈ. സനിയുടെ ഞാൻ പ്രൊഫൈൽ താഴെട്ടേക്കാം, ചെക്ക് ഹിം ഔട്ട്. ബൈ. അപ്പോൾ അതാണ് സനി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ടെലി കൺവേർട്ടർ എന്തിനാണെങ്കിലും കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം മെയിനായിട്ട് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ ദിവസം ഇത്ര ഫോട്ടോസ് എന്നാണ്. എനിക്ക് 15 or 10 ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ 4 ജനറേഷൻ ലെഫ്റ്റ് ഫോർ AI വിഷ്വൽസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല കിടിലം കുറേ സാധനങ്ങളാണ്. അതിൽ എസ്പെഷ്യലി ഈ അർബൻ റെട്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിൽറ്റർ എൻ്റെ ഫേവറേറ്റ് ഫിൽറ്ററായി മാറിയിരിക്കുകയാണ്. അത് വെച്ച് കുറച്ച് ജിമിട്ട ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു രക്ഷയിലടെ. ഫോർ എക്സാമ്പിൾ, 1 ഫോട്ടോ ഇസ് ദിസ് ഫോട്ടോ. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എഡിറ്റ് ഒന്നും ചെയ്യാതെ ഇതങ്ങ് ജമ്മനിയെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കൊള്ളാം എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ലൊരു ഫീല് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ വേറൊരു ഫോട്ടോ എടുത്തു, എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ട്. കിട്ടില്ല ഫോട്ടോ വരുന്നത് എവിടെയാണ് ഇതായിരിക്കണം. നോക്കിയാണ് രസം നോക്കിയാണ്.
ആ ഫ്ലവറും ആ ഒരു ബിസി, ഞാൻ ഭയങ്കര രസമായിട്ട് ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ട് കുറേ കിടിലം ഫിൽറ്റേഴ്സ് ഈ പ്രാവശ്യം വിവോ തന്നിട്ടുണ്ട്. ഈ ഗ്ലോ ആയിക്കോട്ടെ, ഡ്യൂൺ ആയിക്കോട്ടെ, അണ്ടർ വാട്ടർ, ഫയർ വർക്ക്, ഇതെല്ലാം AI പരിപാടികളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അൺലോക്ക് ചെയ്ത് കുറേ കിടിലം ഫോട്ടോ, ഈ ബാക്ക് ലൈറ്റിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയേ എന്ത് രസം നോക്കിയാണ്. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിൽ ഇതുപോലെ AI എന്നൊക്കെ എഴുതി കാണിക്കും. പിന്നെ ഞാൻ വേറൊരു സാധനം എടുത്തായിരുന്നു, ഇത് വെച്ച് കുറേ സാധനം കണ്ടോ. ഇത് കണ്ടോ ഈ ഫോട്ടോ, പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ഫോട്ടോ ഗ്ലോ, പിന്നെ അതിൻ്റെ പൂച്ചയുടെ ഒരു രസമുള്ള ഫോട്ടോ. ഇതുണ്ട് ഇങ്ങനത്തെ ഒരു കൂൾ എഫക്റ്റൊക്കെ തരുന്ന ഒരു സാധനം. ഇതേപോലത്തെ റെട്രോ ആനിമേഷൻ, ഇതൊന്നും ഇല്ല. ഈ സൈഡിലുള്ള ഈ മറ്റേ റിഫ്ലക്ഷനൊന്നും ഇല്ല കേട്ടോ, ശരിക്കുള്ളതല്ല. ആ ലൈറ്റിംഗ് കൊടുത്തേക്കണുണ്ടോ, കിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു AI ക്രിയേറ്റീവ് എന്നാണ് ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ പഴയ വിവോയുടെ ഫോണുകളിൽ ഇത് വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, പക്ഷേ ഇതിലെന്തായാലും ഉണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ്, പിന്നെ പോർട്രേറ്റ് നമുക്ക് എടുക്കാം. ഫോട്ടോസിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ വൈഡും പിന്നെ ഒരു 3x പെരിസ്കോപ്പുമാണ് വരുന്നത്. അതിൽ നമുക്ക് ഇത് ടെലി കൺവേർട്ടർ ഇട്ടിട്ട് അത്യാവശ്യം സൂമിൻ ഇത് മേടിക്കുകയാണെങ്കിൽ അതിലിട്ടിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് അത് വെച്ച് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പോർട്രേറ്റ് വീഡിയോ വരുന്നുണ്ട്, അത് ഏകദേശം 1080p വരെ ഉള്ളൂ, 4K ഇല്ല. പിന്നെ നമുക്ക് അല്ലാത്ത പക്ഷം സാധാ വീഡിയോ എടുക്കാൻ നമുക്ക് 1080p ഉണ്ട്, 4K 120 FPS വരുന്നുണ്ട്, 8K 30 FPS വരുന്നുണ്ട്. 4K 120ൽ 1x 2x മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡിൽ 4K എടുക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം 1x 2x 3x ഒക്കെ വെച്ചിട്ട് 4K 120 FPSൻ്റെ സപ്പോർട്ടുണ്ട്, 8K 30 FPSൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ആ 8 മെഗാ പിക്സലിൻ്റെ സെൻസർ കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. എന്തിനാണെങ്കിലും അൾട്രാ വൈഡ് വെച്ച് 4K എടുക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് വ്ളോഗൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടും. സൂം ഇൻ ആൻഡ് സൂം ഔട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് മുമ്പിലാണ്ട് സൂം ഇൻ ഇതൊക്കെ ചെയ്യാനും പറ്റും. ഉണ്ടോ 3xലൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് എടുക്കാം. OIS ഒക്കെ വരുന്നുള്ളതുകൊണ്ട് നല്ല ജില്ലെന്നിരിക്കും. ഇരുട്ട് വാക്കിലൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് നല്ല മഴ വരുന്നുണ്ട്. അപ്പം മഴയെ നമ്മൾ ബാക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പോർഷെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോർഷെ ഇങ്ങനെ കാണിക്കാം. ഒരു പോർഷെ ഇങ്ങനെ സൂമിനൊക്കെ ചെയ്യാം. ഒന്ന് കഴിയണം. 4K 120 FPSൻ്റെ സപ്പോർട്ട് അറ്റ് വെട്ടവും വെളിച്ചവും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ 4K 60 FPSൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട് വന്നു. ഫ്രണ്ട് ഞാൻ പറഞ്ഞ പോലെ 4K 60 FPSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു കൊച്ചു ബാക്കിൽ വരുന്നു. ആ കൊച്ചു പോട്ട് കേട്ടോ, ഒരു മിനിറ്റ് പോസ് ചെയ്യും. ഇതേപോലെ നമുക്ക് പോസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ആക്ച്വലി പ്രിറ്റി കൂൾ. ആൻഡ് ഇതാണ് അത്യാവശ്യം ഒരു ഇതൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കാൻ കൊള്ളാം. എസ്പെഷ്യലി ഫ്രണ്ട് ക്യാമറയിൽ രാത്രിയൊക്കെ ബ്ലോഗ് എടുക്കുന്നവർക്ക് ഈ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറയിൽ. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു രാത്രിത്തെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി കേട്ടോ. അതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ നമുക്ക് മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് 50 മെഗാ പിക്സൽ നമുക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കാം. പിന്നെ നമുക്ക് പ്രോ മോഡ് വരുന്നുണ്ട്. പ്രോ മോഡ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാം, ISO കൺട്രോൾ ചെയ്യാം, ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് റോ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. വീഡിയോസും നമുക്കിതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമുക്ക് പ്രോ ഇതിൽ വരുമ്പോൾ 24 വരെ പ്രോയിൽ ഇടുകയാണെങ്കിൽ 24 FPS വരെ നമുക്ക് അൺലോക്കായി കിട്ടും. മറ്റതിൽ അതില്ല. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഗൈസ്. ഫോക്കസ് സ്പീക്കിംഗ് വരുന്നുണ്ട്, ഏതൊക്കെയാണ് ഫോക്കസിലുള്ളതെന്നും എക്സ്പോഷർ ഫീഡ്ബാക്ക്, അതായത് ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഫോക്കസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആണോ എന്നൊക്കെ റെഡ് കളറിൽ കാണിക്കും. അതൊക്കെ വലിയ ക്യാമറയിലൊക്കെ ഉള്ള സാധനമാണ്. ആ സാധനം നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇതുപോലെ ടെക്സ്ചർ കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കാം, വിവിഡ് കൊടുക്കാം, നാച്ചുറൽ കൊടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പല ഫിൽറ്റേഴ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി പരിപാടിയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ക്യാമറ ആൻഡ് ഡ്യുവൽ സ്റ്റേജ് വ്യൂ വരുന്നുണ്ട്. ഒരേ സമയത്ത് 2 ഫ്രണ്ടും ബാക്കും ക്യാമറ ഓൺ ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. അത് 4K 60 FPS വരെ സപ്പോർട്ടുണ്ട്. സോ ദീസ് ആർ ദ ക്യാമറാസ് ആൻഡ് ഐ റിയലി ലൈക്ക് ദ പിക്ചേഴ്സ്. നമ്മുടെ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഷാർപ്നെസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഇസ് സോ നൈസ്. ദ കളർ ലുക്ക് സോ ഗുഡ്.
പോർട്രേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ആണെങ്കിലും ഫ്ലോലെസ് ആയിട്ടാണ് വരുന്നത്. യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ് ഓഫ് യുവർ പെറ്റ് എന്ന് പറയേണ്ട എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫോണായിട്ടാണ് എനിക്ക് ഈ ഫോൺ തോന്നിയത്. ബാക്കിൽ നമുക്ക് അതേപോലെ ഡ്യുവൽ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വരുന്നുണ്ട്. നല്ല പവർഫുൾ ഫ്ലാഷാണ് കേട്ടോ. നമ്മൾ മുഖത്ത് അടിക്കുമ്പോൾ നല്ലൊരു കണ്ണൊക്കെ ഒന്ന് മഞ്ഞളിക്കും, അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഫ്ലാഷാണ് വരുന്നത്. ഈ അൾട്രാ വൈഡ് ഇതുപോലത്തെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇറ്റ്സ് വെരി നൈസ്. ദ സൂം ഇസ് ഓൾസോ വെരി ഗുഡ്. നമുക്ക് ഇപ്പോൾ ഞാൻ മറ്റേ ടെലി കൺവെർട്ടർ വെച്ച് എടുത്തതാണ്. നോക്കിയാണ് എൻ്റെ ടവറിൻ്റെ ഇവിടെ ഇരിക്കുന്ന ടവറിൻ്റെ മറ്റേ ബൾബ് വരെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. ടെലി കൺവെർട്ടർ വെച്ച് എടുക്കുന്ന വേറൊരു ഫോട്ടോ ഇതാണ് ഈ പക്ഷീരത്തെ ഇങ്ങനെ കാണാൻ കൊള്ളാം, സൂം ചെയ്താൽ പോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ടെലി കൺവെർട്ടർ വെച്ച് എടുക്കുന്ന അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾ ഐ വാണ്ട് ടു സേ ഈസ് 50 മെഗാ പിക്സലിൻ്റെ ആ 2 സെൻസർ, ആ 3x ആ ഒരു വൈഡും കിടിലം 8 മെഗാ പിക്സലിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സെൻസർ അറിയാം, അതിൻ്റെ ഒരു ക്വാളിറ്റിയും അറിയാം, അതിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയാം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉള്ളത്. ബട്ട് എനിവേസ് ദിസ് ഫോൺ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ്, എസ്പെഷ്യലി ദിസ് ക്രിയേറ്റീവ് പരിപാടി. ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സാധനം പൊളി. അത് നമ്മുടെ പഴയ വിവോ ഫോണിൻ്റെയൊക്കെ മറ്റേ എയിൽ അതുണ്ടോ എന്ന് നോക്കുക. അതിൽ ആ അർബൻ റെട്രോ ഇസ് മൈ ഫേവറേറ്റ്. ഒന്നും പറയാമല്ലോ, പൊളി സാധനം. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ പറയാനായി ഞാൻ കോൾമി ഷസാമിനെ ഒന്നും കൂടെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ശരി എന്നാൽ. അപ്പോൾ അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളതും അതാണ് എനിക്ക് ഈ ഫോണിനെ പറ്റി പറയാനുള്ളതും. ദിസ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് ഫോൺ. ഇറ്റ് ഹാസ് ഗ്രേറ്റ് ബാറ്ററി, റിയലി ഗുഡ് ഡിസ്പ്ലേ, നമുക്ക് നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്, IP റേറ്റിംഗ് വരുന്നുണ്ട്, നമുക്ക് NFC വരുന്നുണ്ട്, eSIM വരുന്നുണ്ട്, നമുക്ക് ഒറിജിൻ OS ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്, നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നുണ്ട്, ക്യാമറാസ് വരുന്നുണ്ട്, അടിപൊളി കിടിലം ക്രിയേറ്റീവ് ആയിട്ടുള്ള AI പരിപാടികൾ വരുന്നുണ്ട് എന്ന് പറയേണ്ട. ഇറ്റ് ഹാസ് എവറിത്തിങ് വിച്ച് എ റിയലി ഗുഡ് കോമ്പാക്ട് ഫോൺ നീഡ്സ് ആൻഡ് ദ ഡിസൈൻ ലുക്സ് റിയലി ഗുഡ്. ഇൻ ഹാൻഡ് ഫീൽ ഇസ് വെരി നൈസ്. ഓവറോൾ ഒരു നല്ല ഫോണായിട്ടാണ് എനിക്ക് ഈ ഫോൺ ഫീൽ ചെയ്തത്. ഓൾസോ ഇതെനിക്ക് വിവോ റിവ്യൂ യൂണിറ്റ് സെൻഡ് ചെയ്ത് തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഈ സാധനത്തിൽ പറഞ്ഞിട്ടില്ല. എപ്പോഴും പറയുന്നു ഇതിൻ്റെ ആ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും USB 2.0യും ഈ ഒരു പ്രൈസ് ഞാൻ പറയാം. ഹലോ, അപ്പോൾ നമുക്ക് എന്തായാലും പ്രൈസിനെ പറ്റി സംസാരിക്കാം. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എത്തി. യെസ്, പ്രൈസിങ് ഒന്ന് മാറി കേട്ടോ. അതായത് ഞാൻ നാട്ടിൽ വെച്ച് തന്നെ എൻ്റെ പ്രൈസിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. പക്ഷേ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ പ്രൈസ് കേട്ട് ഞെട്ടിക്കാണ്. ഞാനും ഒന്ന് ചെറുതായിട്ടല്ല, നല്ല വലുതായിട്ട് തന്നെ ഞെട്ടിയായിരുന്നു. ബിക്കോസ് ഇവരെ തന്നെ X300 അവിടെ കിട്ടുമ്പോൾ അതേ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ അതിൻ്റെ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു സാധനം എടുക്കുന്നത് നമ്മൾ തോട്ട് പ്രോസസ്സ് വരും. പക്ഷേ ഇവരിപ്പോൾ ഒരു നെറ്റ് എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. അത് അത്യാവശ്യം അതാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള പ്രൈസ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അല്ലാത്ത പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X300 FEയുടെ പ്രൈസിങ് 2 വേരിയൻ്റാണുള്ളത്. 12GB 256ഉം 12GB 512ഉം. 12GB 256ന് 79,999ഉം 12GB 512ന് 89,999ഉമാണ് വരുന്നത്. പിന്നെ ആ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞ സാധനത്തിന് മാത്രം, അതായത് പുട്ടുകുറ്റി മാത്രം മേടിക്കാനായിട്ട് 16,000 രൂപയും കേസ്, ആ സാധനം ഇടാനായിട്ടുള്ള കേസ് ഇടാനായിട്ട് 4,000 രൂപയാണ് വരുന്നത്. ഇത് നമുക്കൊരു ഫോട്ടോഗ്രാഫി കിറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് മേടിക്കാൻ പറ്റും. അതൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1,00,000 രൂപയാവും. ഓക്കെ, പിന്നെ എന്തോ ഒരു ബാങ്ക് ഡിസ്കൗണ്ടൊക്കെ വെച്ചിട്ടൊരു 4,000 കുറഞ്ഞിട്ടൊരു 95,000 സംതിങ്ങിനും ഫുൾ കിറ്റ്, അതായത് ഈ പറയുന്ന ലെൻസും ഈ കേസും ഈ ഫോണും കൂടെ ഒക്കെ വെച്ച് ഒരു 95നും 1 lakh നിങ്ങൾക്ക് മേടിക്കാം. അതങ്ങനെ ഇതിന് അങ്ങനെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫി ആയിട്ടൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. അല്ലാത്തവർക്ക് ഈ ഫോൺ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു 10% ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മേടിക്കുമ്പം. അത് മാത്രമല്ല അപ്ഗ്രേഡ് ഓഫറും വരുന്നുണ്ട്. ഏകദേശം 5,000 റുപ്പീസിൻ്റെ അപ്ഗ്രേഡ് ഓഫർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡിവൈസ്. നിങ്ങളുടെ പഴയ വിവോ ഫോൺ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഫോൺ ആയിക്കോട്ടെ, ഇത് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ഓഫർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 5,000 രൂപ കുറഞ്ഞ് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 69,999 രൂപയാവും. എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ഈ ഒരു ഫോണിൻ്റെ ശരിക്കുമുള്ള പ്രൈസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ്. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മേടിക്കണോ വേണ്ടതെന്ന്. പക്ഷേ ഐ ഫീൽ ഫോർ ദിസ് പ്രൈസ് ദിസ് ഫോൺ ഇസ് ആക്ച്വലി റിയലി ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 11 പറയും. ശരി എന്നാൽ. ബട്ട് എനിവേസ് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് അപ് ടു യു. ഇതിൻ്റെ ഡിസൈൻ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, വേറെ പല കാര്യങ്ങളും നിങ്ങൾക്കത് ആകർഷണം വന്നിട്ട് നിങ്ങൾക്കത് മേടിക്കാം. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കാശാണ്, നിങ്ങളാണ് ഡിസിഷൻ എടുക്കാനുള്ളത്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഫോൺ കൊള്ളാവോ ഇല്ലയോടെ എന്ന് പറയുന്ന പരിപാടി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബട്ട് അഗെയിൻ ദ ക്യാമറ ലുക്സ് ഗുഡ്, ദ എക്സ്റ്റെൻഡൽ പരിപാടി ഇസ് എവറിത്തിങ് ഇസ് നൈസ്, ദ ഫോൺ ഇസ് ഓൾസോ നൈസ്. എൻഡ് ഓഫ് ദ ഡേ ഇന്ന് നിങ്ങളുടെ ഡിസിഷനാണ്. ഡിസ്ക്രിപ്ഷനിലെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇതിൻ്റെ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. അല്ലാത്തവർക്ക് ഓഫ്ലൈനിൽ പോവാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിവോയുടെ സർവീസും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് തന്നെയാണ്. ആൻഡ് യെസ്, അത്രയും എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ ഈ ഫോൺ മേടിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും താഴെ രേഖപ്പെടുത്തണം. അതാവുമ്പോൾ ഇത് സെയിൽ സമയത്തൊക്കെ വരുന്ന സമയത്ത് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. എനിവേസ്, ദിസ് ഇസ് എ റിയലി ഗുഡ് ഫോൺ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ശരി.